ബാംഗ്ലൂർ-മൈസൂർ ഹൈവേ വൺ സൈഡ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വരുന്ന റോഡ് മൊത്തം ബ്ലോക്കാണ്. KL15A1963 ഇതാണ് വണ്ടി. ടെൻഷനില്ല, പക്ഷേ എങ്കിൽ പോലും പോയത് പോയി. ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കെന്നെ അറിയത്തില്ല. ഞാൻ വളരെ ഷോക്കായിപ്പോയി ഈ ഒരു മൊമെന്റ് കണ്ടിട്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവർ സർവൈവ് ആയെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടക്ടറാണ് ലൈൻ ക്രോസ് ചെയ്യേണ്ട ഈ സാധനം ഇതുണ്ടല്ലോ, ഇതിനിട്ടാണ് വണ്ടി അടിച്ച് ആക്സിഡന്റ് ആയത്. വളരെ ഭയങ്കര സംഭവ ബഹുലം തന്നെയാണ്, ഒന്നും പറയാനില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, എല്ലാവരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ലൈനിൽ ഉണ്ട്, ഓൺ സൈറ്റിലുണ്ട്. അതായത് അതുപോലെ തന്നെ ട്രാക്ക് ലൈൻ, ബസ്, കാർ ലൈൻ, ഓവർടേക്ക് ലൈൻ, ഇങ്ങനത്തെ ഒരു ഇതിനെയാണ് ഇന്ന് ബാംഗ്ലൂരിനടുത്ത് മാണ്ടിയിൽ വെച്ച് കോഴിക്കോട് ഡിപ്പോയുടെ സൂപ്പർ ഡീലക്സ് ബസ് കോഴിക്കോട് ബാംഗ്ലൂർ സർവീസ് അപകടത്തിൽപ്പെട്ട് കണ്ടക്ടറും ഡ്രൈവറും മരണപ്പെടുകയും അനേകം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു സൂമറാവിക്കട്ടെ, അവർക്ക് ഇനിയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി കോഴിക്കോട് യൂണിറ്റ് ഓഫീസറും അവിടുത്തെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറും അവിടുത്തെ വെഹിക്കിൾ സൂപ്പർവൈസർ മാത്രമാണ്. വിശ്രമമില്ലാതെ ഒരു ഡ്രൈവറുടെ കയ്യിൽ വാഹനം കൊടുത്തുവിട്ട് യാത്രക്കാരെ കുരുതി കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇതിലൂടെ കോഴിക്കോട് ഡിപ്പോയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷനിലെ നമ്മുടെ കുടുംബത്തിലെ രണ്ട് സുഹൃത്തുക്കൾ അരുണും ആ ഡ്രൈവറും അവർ രണ്ടുപേരും അകാലത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു. സംഭവത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ആ അപകടം, ഈ രണ്ട് മരണങ്ങൾ, അത് കോഴിക്കോട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരായിട്ട് ഉണ്ടാക്കി വെച്ച അപകടമാണ്. ഈ ബദലി ഡ്രൈവർ ഒരു ഡബിൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇൻഡർസ്റ്റേറ്റ് സർവീസ് പോയിട്ട് വന്ന ബദലി ഡ്രൈവറെ വീണ്ടും ഒരു സൂപ്പർ ക്ലാസ് സർവീസ്, ഇൻഡർസ്റ്റേറ്റ് സൂപ്പർ ക്ലാസ് സർവീസ്, അത് ആരുടെ ഉത്തരവിൻ്റെ പ്രകാരമാണോ അദ്ദേഹത്തെ അയച്ചതെന്ന് അറിയില്ല, അയാൾക്ക് വിശ്രമം പോലും നൽകാതെ ഡബിൾ ഡ്യൂട്ടി ചെയ്ത് വന്ന ഡ്രൈവറെ വീണ്ടും 10 മണിക്കൂറോളം സിംഗിൾ ഡ്രൈവർ ഓടിക്കേണ്ട ഡ്യൂട്ടി ഒരു കണ്ടക്ടറോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. മോട്ടോർ വാഹന ചട്ടമോ കോർപ്പറേഷൻ്റെ യാതൊരുവിധ ഉത്തരവുകളോ കോഴിക്കോടത്തെ KSRTC ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ പാലിച്ചിട്ടില്ല. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ രണ്ട് മരണത്തിനും ഉത്തരവാദി, ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന രണ്ട് മരണത്തിനും ഉത്തരവാദി KSRTC കോഴിക്കോട് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. കൊലക്കുറ്റത്തിന് കേസെടുത്തേ പറ്റൂ. അതിന് ബന്ധപ്പെട്ട ഫോറങ്ങൾ സമീപിക്കും. അത് എടുപ്പിക്കുന്നവരെ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവും. കാരണം ഡ്രൈവർ കണ്ടക്ടർ അയക്കണം എന്നുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടറായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി സാറിൻ്റെ ഉത്തരവ് നിലനിൽക്കെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഡ്രൈവർക്ക് അല്പം പോലും വിശ്രമം നൽകാതെ ഡബിൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഡ്രൈവറെ ഒന്ന് മയങ്ങാൻ പോലും സമ്മതിക്കാതെ അടുത്ത ഇൻഡർസ്റ്റേറ്റ് സർവീസ്, അതായത് രാത്രി 9:30 കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ 6:30 ബാംഗ്ലൂർ സാറ്റലൈറ്റിൽ തീരേണ്ട സർവീസാണിത്. 6:30 ഒരിക്കലും ഈ വണ്ടി സാറ്റലൈറ്റിൽ എത്തില്ല. കാരണം മാനന്തവാടി കുട്ട വഴിയാണ് ഈ വണ്ടി ഓടുന്നത്. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ആ ദുഃഖമായ പാതയും പിന്നിട്ട് 8 മണിയോടുകൂടിയാണ് സാധാരണ ഈ വണ്ടി സാറ്റലൈറ്റിൽ എത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ 12 മണിക്കൂർ ആ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി ആ ഡ്രൈവർ സീറ്റിൽ കണ്ണിമ വെട്ടാതെ ഈ നിരപരാധികളായ യാത്രക്കാരെയും കൊണ്ട് ഒരു ഞാണിന്മേൽ കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പല പ്രാവശ്യം പലരും ഈ സർവീസ് ഡ്രൈവർ കണ്ടക്ടർ ആക്കണം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് യൂണിറ്റ് ഓഫീസറും കോഴിക്കോട് കൺട്രോളിംഗ് ഇൻസ്പെക്ടറും അതിന് തയ്യാറായിട്ടില്ല. ഇപ്പോൾ അവർ 2 കുടുംബങ്ങളെ അനാഥമാക്കിയിരിക്കുകയാണ്. 2 ജീവന്റെ വില അവർക്കറിയില്ലെങ്കിലും ഇതിന് ഉത്തരവാദി അവർ തന്നെയാണ്. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തേ പറ്റൂ. നഷ്ടപ്പെട്ടത് ആ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവരുടെ കുടുംബത്തിനാണ്. അവിടെ ഇരിക്കുന്ന മേലാളന്മാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കോർപ്പറേഷൻ്റെ